2024 ഏപ്രിൽ മുതൽ 2025 ഏപ്രിലിനുള്ളിൽ ഒരു പ്രധാന ചടങ്ങ് നടത്തുമെന്ന് ജൂതന്മാർ മാത്രമല്ല പറയുന്നത്, ഹമാസും പറയുന്നു. ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് ഇത് ഒക്ടോബർ 7 ആരംഭിച്ചുവെന്ന് നമുക്കറിയാം. അതിന്റെ 100ാം ദിവസം ഹമാസ് പ്രഖ്യാപിച്ചത് എന്താണെന്നറിയാമോ? എന്നാണോ ഇസ്രായേലിനുള്ളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പുണ്യസ്ഥലത്തിനുള്ളിൽ റെഡ് ഹൈഫർ വന്നത്, അന്നാണ് യുദ്ധം ആരംഭിച്ചത് എന്ന്. എന്താണ് റെഡ് ഹൈഫർ? റെഡ് ഹൈഫറിന്റെ ചരിത്രം അറിയുന്നതിന് മുൻപ് തേർഡ് ടെമ്പിളിന്റെ ചരിത്രം അത് നമ്മൾ അറിയണം. തേർഡ് ടെമ്പിൾ പണിയണമെന്ന് ഇസ്രായേലും അത് തടയണമെന്ന് മറുവശത്ത് നിൽക്കുന്ന പാലസ്തീനും പറയുന്നു. 1920 മുതലല്ല റെഡ് ഹൈഫറിന്റെ ചരിത്രം ആരംഭിച്ചത്. 7ാം നൂറ്റാണ്ട് മുതൽ 2000 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണിത്. ഇത് റെഡ് ഹൈഫറിന്റെ ഭാഗം 1. അൽ അക്സ മസ്ജിദ്. ഈ അൽ അക്സ മസ്ജിദ് മുസ്ലിംസിന്റെ 3ാമത്തെ പുണ്യസ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. ഇത് മുസ്ലിംസിനെ സംബന്ധിച്ച്. അതേസമയം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിംസിന്റെ 3ാമത്തെ പുണ്യസ്ഥലമാണ് അവരുടെ തേർഡ് ടെമ്പിൾ വരാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നു. ഒരു മതത്തിന് ഇത് 3ാമത്തെ പുണ്യഭൂമി അല്ലെങ്കിൽ പുണ്യസ്ഥലം, മറ്റൊരു മതത്തിന് അത് 3ാമത്തെ വിശുദ്ധ പള്ളി. ഇരുവർക്കും പൊതുവായുള്ള ഒരു സ്ഥലമാണ് അൽ അക്സ മസ്ജിദ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് പ്രശ്നം അല്ലെങ്കിൽ ചരിത്രം ആരംഭിക്കുന്നത്. അൽ അക്സ മസ്ജിദിന്റെ ഉടമസ്ഥത ആരാണ്? എന്ന് മുതലാണ് അത് മറ്റൊരാളുടെ സ്വത്തായി മാറിയത്? 3ാമത്തെ പള്ളി എപ്പോഴാണ് നിർമ്മിക്കാൻ പോകുന്നത്? യഹൂദരുടെ ഏറ്റവും വലിയ ചോദ്യമാണിത്. പൊതുവെ യഹൂദർ കരുതുന്നത് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാമെന്നാണ്. അത് ചരിത്രമായാലും പൂർവ്വചരിത്രമായാലും സമീപകാല സംഭവങ്ങളായാലും യഹൂദർ വലിയ എന്തോ ഒന്നായി കാണിച്ചു. അതാണ് യഹൂദന്മാരുടെ തേർഡ് ടെമ്പിൾ. 3ാമത്തെ പള്ളി അൽ അക്സ മസ്ജിദ് ഉള്ള സ്ഥലത്ത് തന്നെ പണിയണം എന്ന് ജൂതന്മാർ പറയാൻ കാരണം അത് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ്. സോളമൻ രാജാവാണ് അവിടെ ആദ്യമായി ഒരു വിശുദ്ധാലയം പണിതത്. അതിനുശേഷം AD 70 2ാമത്തെ പള്ളി നശിപ്പിക്കപ്പെടുന്നു. അത് കഴിഞ്ഞ് യഹൂദന്മാർ 3ാമത്തെ പള്ളി പണിയാൻ പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് 2 പള്ളികൾ ഉണ്ടായിരുന്നു. നമ്മുടെ നഗരത്തിലും ഇതുപോലെ നിരവധി പള്ളികൾ, ക്ഷേത്രങ്ങൾ ഉണ്ടാകും. ആ പള്ളികൾ ഒരു നിശ്ചിത കാലയളവിൽ നിർമ്മിച്ചതാണെങ്കിൽ കൂടിയും വളരെ കാലത്തിന് ശേഷം അത് പുനർനിർമ്മിക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യാം. അതുപോലെ യഹൂദരുടെ ആദ്യത്തെ പള്ളി 3000 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ്. AD 70 2ാമത്തെ പള്ളി നശിപ്പിക്കപ്പെട്ടു. അതിൽ ഒരു മതിൽ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് യൂഹദന്മാർ പറയുന്നു. എന്നാൽ ഈ സ്ഥലത്ത് 8ാം നൂറ്റാണ്ടിൽ വീണ്ടും ഒരു മസ്ജിദ് നിർമ്മിച്ചു. അതാണ് അൽ അക്സ മസ്ജിദ്. ഈ അൽ അക്സ മസ്ജിദ് ഇപ്പൊ എവിടെയാണ് പണിയുന്നതെന്ന് നോക്കിയാൽ യഹൂദർ തങ്ങളുടെ ദേവാലയം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അതേ സ്ഥലത്ത്, അതേ പ്രദേശത്താണ് അവർ പണിയുന്നത്. അപ്പോ ഇതിനെ ഒരു മതപരമായ പ്രശ്നമായി കണ്ടോ എന്ന് ചോദിച്ചാൽ 1920 വരെയും ഇതൊരു മതപ്രശ്നമേ ആയിരുന്നില്ല. 1920 ശേഷം അതൊരു മതപ്രശ്നമായി മാറുന്നു. ഹുസൈനി, ഫാദർ ഓഫ് റാഡിക്കൽ ഇസ്ലാമി, തീവ്ര ഇസ്ലാംസിന്റെ പിതാവായിരുന്നു ഹുസൈനി. 1920 മുതൽ ഹുസൈനി ഈ സ്ഥലത്ത് അൽ അക്സ മസ്ജിദ് തകർക്കാൻ പോകുന്നു, അവർ അവരുടെ 3ാമത്തെ പള്ളി പണിയാൻ പോകുന്നു എന്നൊക്കെ പലരോടും അദ്ദേഹം പറയാൻ തുടങ്ങി. അദ്ദേഹം അത് പറയാൻ കാരണം 1920 യഹൂദർ ഈ ഒരു സ്ഥലത്തേക്ക് പതിയെ പ്രവേശിക്കാൻ തുടങ്ങി. ഇപ്പോഴും പറയുന്നു അത് അപ്പോൾ ഒരു പാലസ്തീനായിരുന്നു. ഇസ്രായേൽ എന്ന നാട് അപ്പോൾ ഉണ്ടായിട്ടില്ല. 1920 ഇസ്രായേൽ സ്ഥാപിതമായിട്ടില്ല. ഇപ്പോ ജൂതന്മാർ പല സ്ഥലങ്ങളിലേക്കും പ്രവേശിക്കുന്നു. യഹൂദർ തീർച്ചയായും ഇവിടെ അവരുടെ 3ാമത്തെ പള്ളി പണിയും. അതിന് പിന്നിൽ അവർക്കൊരു ചരിത്രമുണ്ട്. നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോ നമ്മുടെ അൽ അക്സ മസ്ജിദ് സംരക്ഷിക്കണമെന്നുള്ള വാദവുമായാണ് ഹുസൈനി വന്നത്. ഹുസൈനിക്ക് പിന്നിൽ നിരവധി പേരുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് സത്യമാണ്. ഇതിന് പിന്നിൽ മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പാലസ്തീനർ ക്രമേണ തിരിച്ചറിയാൻ തുടങ്ങി. ഹുസൈനിയുടെ ഗ്രൂപ്പ് ഇപ്പോൾ വലുതാകാൻ തുടങ്ങി. ഈ സമയത്താണ് 2ാം ലോക മഹായുദ്ധം നടക്കുന്നത്. ഹിറ്റ്ലർ ജൂതന്മാരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. എവിടെ തുടങ്ങിയ ചരിത്രം എവിടെ വന്ന് നിൽക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ നോക്കുക. ഹിറ്റ്ലറുടെ മുൻപിൽ വന്ന് നിൽക്കുന്നു. എല്ലാ ജൂതന്മാരെയും കൊല്ലാൻ ഹിറ്റ്ലർ ആഗ്രഹിക്കുന്നു. ഇപ്പോ ഹുസൈനി പാലസ്തീൻ വിട്ട് പുറത്തു പോകേണ്ട അവസ്ഥയിലേക്ക് വരുന്നു, നിർബന്ധിതനാകുന്നു. 1937 ഹുസൈനി പാലസ്തീൻ വിട്ട് ജർമ്മനിയിലേക്ക് പോകുന്നു. അങ്ങനെ പോകാൻ പ്രധാന കാരണം 4 വർഷമായി അവിടെ ജൂതന്മാർ കൊല്ലപ്പെട്ടു. 1920 അൽ അക്സ മസ്ജിദ് തകർത്ത് 3ാമത്തെ പള്ളി പണിയാൻ പോകുന്നുവെന്ന് ഹുസൈനി പറഞ്ഞു. 1921 വർഷം ജൂതന്മാർ അൽ അക്സ മസ്ജിദിലേക്ക് പോകുന്നു. അങ്ങനെ പോകുന്നവരെ പാലസ്തീനർ തടഞ്ഞു നിർത്തുന്നു. അവരെ തടയണമെന്ന് ഹുസൈനിയും പറഞ്ഞു. അൽ അക്സ മസ്ജിദിനുള്ളിൽ ജൂതന്മാരെ പ്രവേശിപ്പിക്കരുത്, അവർ വന്നാൽ അവർ തീർച്ചയായും അൽ അക്സ മസ്ജിദ് തകർക്കും. അങ്ങനെ യഹൂദരെ കല്ലുകളെടുത്ത് എറിയാൻ തുടങ്ങി. പാലസ്തീനർ അവർക്ക് നേരെ കല്ലെറിഞ്ഞു. അൽ അക്സ മസ്ജിദ് സംരക്ഷിക്കണമെങ്കിൽ എല്ലാ യഹൂദന്മാരെയും പുറത്താക്കണമെന്ന് ഹുസൈനി പറഞ്ഞ ആ ഒരു വാക്ക് എല്ലാ പാലസ്തീനരുടെ കടമയാണ് അതെന്ന് പറഞ്ഞതും ഈ വാക്കുകളെല്ലാം അവിടെയുള്ള ജനങ്ങളുടെ മനസ്സിൽ ഒരു ദൈവ വാക്കായി മാറി. ഇതിനുശേഷം 4 വർഷത്തോളം പലയിടങ്ങളിലായി ജൂതന്മാർ കൊല്ലപ്പെട്ടു. 1929 ഒരു സംഭവം ഉണ്ടായി. ആ ഒറ്റ ദിവസത്തിൽ
130 ജൂതന്മാർ കൊല്ലപ്പെട്ടു. ഒറ്റ ദിവസത്തിൽ തന്നെ. 1937 ഹുസൈൻ ജർമ്മനിയിലേക്ക് പോയി. അവിടെ ചെന്ന് ഹിറ്റ്ലറെ കണ്ടു. യഹൂദർക്കെതിരെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രസംഗം പാലസ്തീൻ കേൾക്കണം. റേഡിയോ സ്റ്റേഷൻ തയ്യാറാക്കുക എന്നാവശ്യപ്പെട്ടു. ഞാൻ സംസാരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഹുസൈനി ജൂതന്മാർക്കെതിരായിരുന്നു. ഹിറ്റ്ലറും ജൂതന്മാർക്കെതിരായിരുന്നു. ഹുസൈനി എന്താണോ ചോദിക്കുന്നത് അതെല്ലാം ചെയ്തു കൊടുക്കാൻ ഹിറ്റ്ലർ ഉത്തരവിടുന്നു. അങ്ങനെ അവിടെ ഹുസൈനിക്ക് വേണ്ടി പ്രത്യേകമായി ഒരു റേഡിയോ സ്റ്റേഷൻ തയ്യാറായി. അവിടെ ഇരുന്ന് ഹുസൈനി സംസാരിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന പാലസ്തീനർ അത് കേൾക്കുകയും ചെയ്തു. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. ഈ സമയത്തെല്ലാം ഇസ്രായേലിനും പാലസ്തീനും ഇടയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. 1946, 47 ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനിക്കുന്നു. ഇസ്രായേൽ വന്നതിന് ശേഷം പാലസ്തീനർ അതിനെ ഒരു മതപരമായ പ്രശ്നമായി കാണാതെ ദേശീയ പ്രശ്നമായി കാണാൻ ആഗ്രഹിച്ചു. മറുവശത്ത് ഇസ്രായേലും അതിനെ ഒരു ദേശീയ മതപരമായ പ്രശ്നമായി കാണുകയും ചെയ്തു. ഇപ്പോ ഒരു പ്രശ്നം 2 പ്രശ്നമായി മാറി. നാടാണോ മതമാണോ എന്നതിനപ്പുറം ഒരു നാടിനും ഒരു മതത്തിനും ഇടയിൽ പ്രശ്നമുണ്ടായാൽ, സംഘർഷമുണ്ടായാൽ എന്താണ് സംഭവിക്കുക? അതാണ് ഇപ്പോഴുള്ള ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം, യുദ്ധം. 1949-50 കാലഘട്ടത്തിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം വളരെ ചർച്ചാ വിഷയമായിരുന്നു. അതിനുശേഷം 6 ദിവസത്തെ യുദ്ധവും യോം കിപ്പൂർ യുദ്ധവും നടന്നു. 2000 പുതിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ പുതിയ ഇസ്രായേൽ പാർലമെന്റിൽ അംഗമായി. ഏരിയൽ ഷാരോൺ അടുത്ത സംഘട്ടനത്തിന് കാരണമായി. അദ്ദേഹം അൽ അക്സ മസ്ജിദിലെത്തി. 30 മിനിറ്റോളം അവിടെ തന്നെ നിന്നു. അവിടെയുള്ള പാലസ്തീനരോട് സംസാരിക്കാൻ തുടങ്ങി. മസ്ജിദ് തകർക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു അടുത്ത വാദം. അൽ അക്സ പള്ളി സംരക്ഷിക്കാൻ ഇപ്പോൾ പാലസ്തീനർ തയ്യാറായി. അവർ വീണ്ടും ഇസ്രായേലികളെ കൊല്ലാൻ തുടങ്ങി. ഇപ്പോൾ 1500ഓളം പാലസ്തീനർ വന്ന് പ്രധാനമന്ത്രിക്കെതിരെ കല്ലെറിയാനും പ്രതിഷേധം നടത്താൻ തുടങ്ങി. ഒരു ദിവസത്തോളം അത് നീണ്ടുനിന്നു. പിന്നീട് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ഒരു അറിയിപ്പ് കൊടുത്തു. നമുക്കെല്ലാവർക്കും ഐക്യം ആവശ്യമാണ്. അൽ അക്സയെ സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഐക്യം ആവശ്യമാണെന്ന് പറഞ്ഞു. സംസാരിച്ചത് മറ്റാരുമല്ല, ഹുസൈനി ആയിരുന്നു. അന്നു മുതൽ വീണ്ടും ജൂതന്മാർ കൊല്ലപ്പെട്ടു. എല്ലായിടത്തും ജൂതന്മാരെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ ഏകദേശം 1053 പേർ കൊല്ലപ്പെട്ടു. 1948 ഇസ്രായേൽ രാജ്യം ഉത്ഭവിക്കുന്നതിന് മുൻപ് എത്ര ജൂതന്മാരാണോ കൊല്ലപ്പെട്ടത് അതിലും കൂടുതൽ യഹൂദന്മാർ കൊല്ലപ്പെട്ടു 2000 വർഷത്തിൽ. എന്നാൽ ഇതിനിടയിൽ എത്ര പാലസ്തീനരെ ഇസ്രായേൽ കൊന്നു എന്നുള്ളത് ചരിത്രത്തിൽ എഴുതിയിട്ടില്ല. ഇവിടെ 1000 ഇസ്രായേലികൾ മരിച്ചാൽ അവിടെ അവർ 3000 പാലസ്തീനരെ കൊല്ലുമായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ എഴുതിയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. ആരാണ് വിജയിക്കുക, ആർക്കാണ് മുൻഗണന എന്ന അടിസ്ഥാനത്തിൽ ചരിത്രം എഴുതിയത് കൊണ്ട് തന്നെ പാലസ്തീനരുടെ ചരിത്രം എഴുതിയിട്ടില്ല. 2005 ഹമാസ് സൃഷ്ടിക്കപ്പെട്ടു. പാലസ്തീൻ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു സംഘടന മാത്രമായിരുന്നു ഹമാസ്. പാലസ്തീനിലെ ജനങ്ങളെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറി. പാലസ്തീനരെ ആര് ഭരിക്കുമെന്നുള്ള ചോദ്യത്തിൽ നിന്ന് പാലസ്തീനയുടെ മനസ്സിൽ ഹമാസിന് വലിയൊരു സ്ഥാനം വന്നു. ഇപ്പോ ഇസ്രായേൽ ഹമാസ് പ്രശ്നം ഉയർന്നു വരാൻ തുടങ്ങി. 2005 തുടങ്ങിയ പ്രശ്നം 2024 ആയിട്ടും മാറിയിട്ടില്ല. 2024 ഏപ്രിൽ മുതൽ 2025 ഏപ്രിൽ ഈ ഒരു വർഷത്തിൽ റെഡ് ഹൈഫർ പൂർത്തിയാകുമെന്ന് അബു ഉബൈദ് പറയുന്നു. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അറ്റാക്കിന്റെ 100ാം ദിവസം തികയുമ്പോൾ അബൂബക്കർ ഒരു സ്പീച്ച് നടത്തി. ഹമാസിന്റെ വക്താവാണ് ഈ അബു ഉബൈദ്. ഹമാസ് എന്ത് ചെയ്യണമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരാൾ. ഇസ്രായേലും ക്രിസ്ത്യാനികളും ചേർന്ന് ഞങ്ങളുടെ നാട്ടിൽ പുണ്യഭൂമിയിൽ റെഡ് ഹൈഫറിനെ കൊണ്ടുവന്നു. ഇവിടെ ധാരാളം റെഡ് ഹൈഫറുകളുണ്ട്. റെഡ് ഹൈഫർ പ്രവേശിച്ചതിനാൽ ഒരു കാര്യം മനസ്സിലായി, അൽ അക്സ മസ്ജിദ് അപകടത്തിലാണ്. ഞങ്ങൾ ഈ പള്ളിയെ സംരക്ഷിക്കുമെന്നും അബു ഉബൈദ് പറഞ്ഞു. ചുവന്ന പശുക്കുട്ടി ഇസ്രായേലിലേക്ക് വന്നതാണോ ഇത്രയും പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഒരു പശുവിന് വേണ്ടി 2 മതങ്ങൾ 2 നാടുകൾ പ്രശ്നമുണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ, ഇത് റെഡ് ഹൈഫറിന്റെ ഒരു സാധാരണ ചരിത്രമല്ല. ഇത് രക്തചരിത്രത്തിന്റെ അടുത്ത ഘട്ടമായിരുന്നു. റെഡ് ഹൈഫർ എന്തുകൊണ്ടാണ് റെഡ് ഹൈഫറെ കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് യഹൂദ റെഡ് ഹൈഫർ എന്ന ചടങ്ങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അവരെ എങ്ങനെ കൊണ്ടുവന്നു? എങ്ങനെ ബലിയർപ്പിക്കും? ഇതിനു പിന്നിൽ എല്ലാ സത്യങ്ങളും വരുന്ന ഭാഗത്തിൽ കാണാം. നിങ്ങൾ കേട്ടതിനേക്കാൾ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ അടുത്ത ഭാഗത്തിലുണ്ടാകും. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.